നമസ്കാരം. അഹമ്മദാബാദില് ഈയിടെ നടന്ന ആ എയർ ഇന്ത്യ വിമാനാപകടം, അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിശദമായി സംസാരിക്കണമെന്ന് കുറച്ചുപേർ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോ ലഭ്യമായ വിവരങ്ങൾ വെച്ച് എന്താണ് സംഭവിച്ചത്, പിന്നെ അന്വേഷണം എവിടെ വരെയായി, അതിന്റെ ഒരു ആഘാതം എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ശരിക്കും ഞെട്ടിക്കുന്നൊരു വാർത്തയാണതല്ലേ? പറന്നുയർന്ന് 1 മിനിറ്റ് തികയും മുൻപേ ഒരു വിമാനം തകരുക എന്നത്. എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ സംഭവം. ഇത് നടക്കുന്നത് ജൂൺ 12, 2025 ഏകദേശം ഉച്ചയ്ക്ക് ഒരു 1:38-ന്. എയർ ഇന്ത്യയുടെ AI-171 വിമാനം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് പോവുകയായിരുന്നു. ബോയിംഗ് 7878 ഡ്രീം ലൈനറാണ്. രജിസ്ട്രേഷൻ VTANB. ടേക്ക് ഓഫ് കഴിഞ്ഞ് വെറും 36 സെക്കൻഡ്, അത്രയുള്ള സമയം അപ്പോഴേക്കും വിമാനം തകർന്നു. മേഘാനി നഗരയിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് ഇടിച്ചിറങ്ങിയത്. ഒരു മേഡേ കോൾ പൈലറ്റുമാർ അയച്ചിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. വിമാനത്തിൽ മൊത്തം 242 പേരുണ്ടായിരുന്നു. അതില് 230 യാത്രക്കാരും പിന്നെ 12 ക്രൂ മെമ്പേഴ്സും. പക്ഷേ അതിലെ 241 പേരും മരിച്ചു. ഒരാള് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതെ, അത് അവിശ്വസനീയമാണ്. വിശ്വാസ് കുമാർ രമേശ് എന്നൊരു ബ്രിട്ടീഷ് പൗരൻ എമർജൻസി എക്സിറ്റിലൂടെ പുറത്തേക്ക് ചാടിയാണ് രക്ഷപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം. ആ ഒരു നിമിഷം ഓർക്കാൻ കൂടി വയ്യ. പക്ഷേ ഈ അപകടം വിമാനത്തിലുള്ളവരെ മാത്രമല്ല ബാധിച്ചത്. ആ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഇടിച്ചതിന്റെ ആഘാതത്തിൽ താഴെ നിലത്ത് കുറഞ്ഞത് 39 പേരെങ്കിലും മരിച്ചു. ഓ, അതും കൂടിയുണ്ട്. അതെ, ഏകദേശം 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ഈ തകർന്ന വിമാനം അതിന് ഏകദേശം 12 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 41,700 ഫ്ലൈറ്റ് മണിക്കൂർ. ഇതൊരു ഡ്രീം ലൈനറിനെ സംബന്ധിച്ച് അത്ര വലിയ പഴക്കമാണോ? അന്വേഷണത്തിൽ ഇതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ 12 വർഷം എന്നത് ഒരു ആധുനിക വിമാനത്തിന് അത്ര വലിയ പ്രായമൊന്നുമല്ല, പ്രത്യേകിച്ച് ഡ്രീം ലൈനർ പോലെയുള്ള പുതിയ തലമുറ വിമാനങ്ങൾക്ക്. ഈ പ്രായം വെച്ച് മാത്രം ഒരു നിഗമനത്തിലെത്താൻ പറ്റില്ല. പക്ഷേ അതിന്റെ മെയിൻ്റനൻസ് ഹിസ്റ്ററി, അതായത് പരിപാലനം എങ്ങനെയായിരുന്നു, ഈ സർവീസ് റെക്കോർഡ്സൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അന്വേഷണത്തിൽ. ശരി. ഇപ്പോൾ അതിന്റെ ബ്ലാക്ക് ബോക്സുകൾ, അതായത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും, അത് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരെണ്ണത്തിന് കുറച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഡേറ്റ റിക്കവറി കുറച്ചുകൂടി ബുദ്ധിമുട്ടാക്കിയേക്കാം. ഇന്ത്യയുടെ AAIB, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അവരാണ് UK US സഹായത്തോടെ ഇത് പരിശോധിക്കുന്നത്. കണ്ടെത്തലുകളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പ്രാഥമികമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സാധ്യത എഞ്ചിൻ തകരാറാണ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ലോസ് ഓഫ് ലിഫ്റ്റ്. ലോസ് ഓഫ് ലിഫ്റ്റ് അതെന്താണ്? അതായത് വിമാനത്തിന്റെ ചിറകുകൾക്ക് അതിനെ വായുവിൽ താങ്ങി നിർത്താനുള്ള കഴിവ്, ആ ലിഫ്റ്റിംഗ് ഫോഴ്സ്, അത് പെട്ടെന്ന് നഷ്ടമാവുക. റാം എയർ ടർബൈൻ, അതായത് RAT, അത് പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് എഞ്ചിൻ പ്രശ്നത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? അതെ, സാധാരണഗതിയിൽ പ്രധാന എഞ്ചിനുകൾ പരാജയപ്പെടുമ്പോഴാണ് ഈ RAT ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുക, അത്യാവശ്യ സിസ്റ്റങ്ങൾക്ക് പവർ കൊടുക്കാൻ. പിന്നെ വേറൊരു സംശയം, ഈയിടെ എന്തോ അറ്റകുറ്റപ്പണി നടന്നിരുന്നോ, അതിലെന്തെങ്കിലും എഞ്ചിനീയറിംഗ് പിഴവ് സംഭവിച്ചോ എന്നതാണ്. ചില ഉദ്യോഗസ്ഥർക്കിടയിൽ അങ്ങനൊരു സംസാരമുണ്ട്. പക്ഷേ എയർ ഇന്ത്യ അത് സമ്മതിക്കുന്നില്ലല്ലോ. ഇല്ല, എയർ ഇന്ത്യയുടെ നിലപാട് വിമാനത്തിനോ എഞ്ചിനുകൾക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഒരു എഞ്ചിൻ പുതിയതും മറ്റേത് 2023-ൽ സർവീസ് ചെയ്തതുമാണെന്ന് അവർ പറയുന്നു. എന്തായാലും ഇതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണിപ്പോൾ. AAIB റിപ്പോർട്ട് വരണം. ശരിയാണ്. ഈ അപകടം എയർ ഇന്ത്യയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടാവുമല്ലോ. അന്താരാഷ്ട്ര സർവീസുകൾ ഏകദേശം 15% കുറച്ചു എന്നും പിന്നെ കൂടുതൽ കർശനമായ പരിശോധനകൾ നടത്തുന്നു എന്നും കേട്ടു. അതെ, അതിനു പുറമെ മിഡിൽ ഈസ്റ്റിലെ വ്യോമാതിർത്തിയിലുള്ള ചില പ്രശ്നങ്ങളും ഈ സർവീസ് കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. പിന്നെ അപകടത്തിൽപ്പെട്ട അതേ മോഡലിലുള്ള ചില 787 വിമാനങ്ങൾ താൽക്കാലികമായി നിലത്തിറക്കിയിട്ടുമുണ്ട്. ഇത് എയർ ഇന്ത്യയെ മാത്രമല്ല, വ്യോമയാന വ്യവസായത്തെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. ബോയിങ്, അതായത് വിമാന നിർമ്മാതാക്കൾ, പിന്നെ എഞ്ചിൻ നിർമ്മിച്ച GE എയറോസ്പേസ്, ഇവരെല്ലാം അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. ഈ സംഭവത്തിന്റെ ഒരു ഗൗരവം കാരണം ബോയിങ് എക്സിക്യൂട്ടീവുകൾ പാരീസ് എയർ ഷോയിൽ നിന്നൊക്കെ പിന്മാറിയിരുന്നു. കാരണം 16 വർഷത്തിനിടെ ഒരു ഡ്രീം ലൈനർ ഉൾപ്പെടുന്ന ആദ്യത്തെ മാരകമായ അപകടമാണിത്. ബോയിങ്ങിന് ഇത് വലിയൊരു തിരിച്ചടിയാണ്.
പ്രത്യേകിച്ച് അവരുടെ സമീപകാലത്തെ മറ്റു ചില പ്രശ്നങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ. ശരിയാണ്. ഇതിന്റെ ഒരു പ്രതിഫലനം നമ്മൾ സ്പോർട്സിൽ പോലും കണ്ടു. ഇംഗ്ലണ്ടിൽ നടന്ന ടെസ്റ്റ് മാച്ചില് ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും കളിക്കാർ കറുത്ത ആംബാൻഡ് ധരിച്ചിരുന്നു, മൗനമാചരിച്ചു. അതെ, ആദരസൂചകമായി. രക്ഷപ്പെട്ട ആ ഒരാൾ വിശ്വഷ് കുമാർ രമേശ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ വിഷമം തോന്നും. ആ തകർന്ന ഭാഗങ്ങൾക്കും മൃതദേഹങ്ങൾക്കും ഇടയിലൂടെയാണ് രക്ഷപ്പെട്ടതെന്ന്. ഇപ്പോഴും മരിച്ച പലരെയും തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണല്ലേ? അതെ, തുടരുകയാണ്. DNA പരിശോധനയൊക്കെ ആവശ്യമായി വരുന്നുണ്ട്. ഗുജറാത്തി സിനിമാ സംവിധായകൻ മഹേഷ് ജിരാവാലെ ഈയിടെ DNA വഴി തിരിച്ചറിഞ്ഞുവെന്നും വായിച്ചു. അതുപോലെ മണിപ്പൂരിൽ നിന്നുള്ള ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റിന്റെ മൃതദേഹം കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് നാഗാലാൻഡ് വഴിയാണ് നാട്ടിലെത്തിച്ചത്. ഓരോ തിരിച്ചറിയലും വലിയ വേദനയാണ്. ഇനിയിപ്പോ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അന്വേഷണം എപ്പോ പൂർത്തിയാവും? IABയുടെ വിശദമായ റിപ്പോർട്ട് വരാൻ മാസങ്ങൾ തന്നെ എടുക്കും. സാധാരണ അങ്ങനെയാണ്. പക്ഷേ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഒരുപക്ഷെ അടുത്ത 3 മാസത്തിനുള്ളിൽ കിട്ടിയേക്കാം. ഇപ്പോൾ അവർ CCTV ദൃശ്യങ്ങൾ, ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ, അന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ, വിമാനത്തിന്റെ മെയിൻ്റനൻസ് ലോഗുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്നാലും ആ ബ്ലാക്ക് ബോക്സ് ഡാറ്റ തന്നെ ആവുമല്ലോ പ്രധാനം. ഏറ്റവും നിർണായകം അതുതന്നെയായിരിക്കും. അതിന് കേടുപാടുകൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പരമാവധി വിവരങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കും. എയർ ഇന്ത്യയും സ്വന്തം നിലക്ക് സേഫ്റ്റി ഓഡിറ്റൊക്കെ നടത്തുന്നുണ്ട്, കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട് എന്നും അറിയുന്നു. അപ്പോ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ദുരന്തത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ, നിലവിലെ അന്വേഷണ സ്ഥിതി, അതിന്റെ പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. തീർച്ചയായും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സമയമെടുക്കും. ബ്ലാക്ക് ബോക്സിൽ നിന്നും മറ്റു തെളിവുകളിൽ നിന്നും എന്ത് കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമെല്ലാം. എന്തായാലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമഗ്രമായ അന്വേഷണം എത്ര പ്രധാനമാണെന്ന് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം ടെക്നോളജി എത്രയൊക്കെ മുന്നോട്ടു പോയാലും ഏവിയേഷൻ സേഫ്റ്റി എന്നത് ടെക്നോളജിയുടെയും മനുഷ്യന്റെ ഇടപെടലുകളുടെയും വളരെ സൂക്ഷ്മമായ ഒരു ബാലൻസിംഗ് ആണെന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ വിഷയം നമ്മളോട് പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്തിയതിന് നന്ദി. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.